നമസ്തേ. ശ്രീരേഖ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ഇന്നലെ ഞാൻ കാണിച്ചെന്ന ടിപ്പാണ് കേട്ടോ. ഒലിവ് ഓയിലും നെല്ലിക്കപ്പൊടിയും കണ്ടോ, ഒരു എണ്ണമെഴുക്ക് കണ്ടോ, നെല്ലിക്കപ്പൊടിയും ഒലിവ് ഓയിലും ചേർത്ത് അതാണ് കേട്ടോ. ഓവർനൈറ്റ് വെച്ചു, എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞു. വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞു കേട്ടോ. ഒലിവ് ഓയിൽ ഏതാന്ന് ചോദിച്ചു. ഒലിവ് ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഒലിവ് ഓയിൽ. അവിടെ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ളത്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, ഒലിവ് ഓയിൽ ആയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പം തന്നെ നെറുകയിൽ കുഞ്ഞു മുടികൾ കുറേ വരുന്നുണ്ട്. അപ്പം നമുക്ക് പോകുന്ന അനുസരിച്ച് മുടികൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നല്ല ബെസ്റ്റാണ് കേട്ടോ. ഒലിവ് ഓയിൽ ചേർത്ത് ഏത് പാക്ക് തേച്ചാലും നല്ല റിസൾട്ടാണ് കേട്ടോ. കറ്റാർവാഴ ഒലിവ് ഓയിലും അതും നല്ല റിസൾട്ടാണ്. അതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി പ്ലസ് ഒലിവ് ഓയിൽ ഒരുപാടുണ്ട്. ഒലിവ് ഓയിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി തിളപ്പിച്ച വെള്ളത്തിൽ, അതും നല്ല റിസൾട്ട് കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ ബെസ്റ്റാണ്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അരിഞ്ഞിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ മുടി കട്ട് ചെയ്യണ കാര്യം പറഞ്ഞല്ലോ, പൗർണമി ദിവസം. അപ്പോൾ ഇന്ന് പൗർണമി ദിവസമായിരുന്നു. ഞാൻ 15-ാം തീയതി നവംബർ കേട്ടോ, ഞാൻ മുടി കട്ട് ചെയ്തു കേട്ടോ. നമ്മൾ മുടി എല്ലാം കൈ കൊണ്ട് വിടുത്തി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹെയർ മസാജ് ചെയ്യുമ്പോൾ കൈകൊണ്ട് ചെയ്യാം. പിന്നെ കോമ്പിങ് ഉണ്ട് കേട്ടോ, കോംബ് മസാജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5-10 മിനിറ്റ് കോംബ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഈ പോളിക്കിൾസൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റാണ് ഈ കോമ്പിങ് അല്ലെങ്കിൽ ഹെയർ മസാജ്. എന്തായാലും നമുക്ക് ചെയ്യാം കേട്ടോ, നല്ലതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മുടി ഫ്രണ്ടിലേക്ക് ഇടാം. മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇവിടുന്നേ ഇരിക്കൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിലും നിൽക്കും, നമുക്ക് മുടി വളരും ചെയ്യും. ബാക്കിൽ മിക്കവാറും നമുക്ക് മുടി നമ്മൾ കോംബ് ചെയ്യാറുണ്ടാവില്ല അല്ലേ, മിക്കവാറും. അപ്പോൾ നമ്മൾ മുടി ഫ്രണ്ടിലേക്ക് ഇടാം, എന്നിട്ട് കുനിഞ്ഞു നിന്നിട്ട് ഇവിടുന്നേ ഇങ്ങനെ ഇരിയുള്ള ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോളൂ. അതും നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു കേട്ടോ, എന്നോട് വിളിച്ച് പറഞ്ഞു. നല്ല റിസൾട്ടാണ്, മുടി കൊഴിച്ചിലും കുറഞ്ഞു, മുടി വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ മസാജ് ചെയ്യുമ്പോൾ. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്നോട് പലരും ചോദിച്ചു, അപ്പോൾ ടിപ്സൊക്കെ കാര്യങ്ങളൊക്കെ ഡെയിലി ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഉപയോഗിക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒലിവ് ഓയിൽ ആയതുകൊണ്ട് ഒലിവ് ഓയിലും നെല്ലിക്കപ്പൊടിയും തേച്ചപ്പോൾ മുടി കണ്ടോ ഓയിലായി കേട്ടോ. അപ്പോൾ ഈ ഓയിൽ നമുക്ക് ഇനിയിപ്പോൾ കൂടുതൽ ദിവസം ഈ ഓയിൽ വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, സാധാരണയായിട്ട് ഇതുപോലെ ഓയിലുള്ള ടിപ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ഹൈബിസ്കസിൻ്റെ ജെല്ലാണ് കേട്ടോ. ഹൈബിസ്കസ് ജെല്ല് തേച്ച് വയ്ക്കും. എന്തിനാണെന്നറിയോ, ഈ ഓയിലൊക്കെ മാറാനായിട്ട് കേട്ടോ. ഈ ധാരാളം ഓയിലായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഇത് തേച്ചിട്ട് ഓവർനൈറ്റ് വെക്കും. ഈ ജെല്ലൊക്കെ പരട്ടിയിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് കഴുകി കളയും. അപ്പം നമ്മുടെ തലമുടിയിലുള്ള ഈ ഓയിൽ കുറയും കേട്ടോ. ഇതുപോലെ തലമുടിയിലും പിന്നെ തലോട്ടിലൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. തേക്കുമ്പോൾ ഒരു മസാജും കൂടിയാണ് കേട്ടോ. ബാക്കിലും അതുപോലെ പിന്നെ മുടിയിലും തേച്ച് പിടിപ്പിക്കും. ഇതുപോലെ ലെയർ ഇപ്പം ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ.
അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ മുടി എടുത്ത് തലോട്ട് ഇവിടുന്ന് അറ്റം വരെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ജെല്ല്. അത് കഴിഞ്ഞ് നാളെ വെറും ഇതിപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത കാരണം ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേയെ കഴുകിക്കളയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഡേയെ ഞാൻ അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓയിലായിട്ട് കുറച്ചിങ്ങനെ ഓയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അത് മാറും കേട്ടോ. അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറും നമ്മൾ ഈ മറ്റേ ഈ ജെല്ല് തേച്ച് കഴിയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ജെല്ല് തേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയൊക്കെയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ടിപ്സൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ഒലിവ് ഓയിലും നെല്ലിക്കപ്പൊടിയും ഇന്നലെ ഓവർനൈറ്റ് വെച്ചിട്ട് ഇന്ന് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കൂടുതൽ ഓയിലുള്ള പോലെ തോന്നി. അപ്പോൾ ഈ ഓയിലിനെ നമുക്കിപ്പോൾ ഓവർനൈറ്റ് വെച്ചതുകൊണ്ട് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് ആ ഓയിൽ, കൂടുതലുള്ള ഓയിൽ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ജെല്ലുകൾ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ കൂടുതലായിട്ടുള്ള ഓയിൽ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തേക്കുന്നത് ജെല്ല്, ഇന്നലെ തേച്ചത് ആ ടിപ്പ്. അപ്പോൾ ഓരോന്നും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഡെയിലി ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ടിപ്സായിട്ടും ജെല്ലായിട്ടും ഓയിലായിട്ടും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം കേട്ടോ. മുടിക്ക് നല്ല റിസൾട്ടും ആയിരിക്കും. മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, വരണ്ടിരിക്കില്ല. വരണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ താരനും പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ചൊറി കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, കൂളിംഗ് ആയിരിക്കും, മുടിക്ക് നല്ല ബ്ലാക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ജെൽ, അത് നമുക്ക് നമ്മുടെ മുടി കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ, മുടി ഇനി ഏത് രീതിയിൽ വേണം. ഇപ്പോൾ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് നെക്സ്റ്റ് ഡേ ഓയിൽ മാറ്റാനുള്ള, അപ്പോൾ ഏത് ഉപയോഗിക്കാം, ഫ്ലാക്സ് സീഡ് ആണെങ്കിലും ഉപയോഗിക്കാം, ഹൈബിസ്കസ് ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടം ഏതാണോ അത് നമുക്ക് അപ്ലൈ, അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂടുതലുള്ള ഓയിലൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. മുടി നന്നായിട്ട് സൂക്ഷിക്കുക, വെള്ളം കുടിക്കുക ധാരാളം, എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെയാണോ അതൊക്കെ പരിഹാരം കാണാം കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ ഇന്ന് പൗർണമി ദിവസമായിട്ട് മുടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.